ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ക്ലാസ് ആണ്. ദാറ്റ് ഈസ് പയോജനിക് ഇൻഫെക്ഷൻ എന്ന് പറയും. എന്തായാലും ഈ പയോജനിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സിമ്പിൾ ആണ്. പസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് പയോജനിക് ഇൻഫെക്ഷൻ. അതായത് പസ് പ്രൊഡ്യൂസിങ് ഇൻഫെക്ഷൻ നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഈ പസ് പ്രൊഡ്യൂസിങ് ഇൻഫെക്ഷൻ നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് പയോജനിക് ഇൻഫെക്ഷൻസ്. ഈ പയോജനിക് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പയോജനിക് ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻസ് വരാം, ദെൻ വൂണ്ട് ഇൻഫെക്ഷൻസ് വരാം, ദെൻ ആബ്സസ് ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ്. ഇങ്ങനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് പയോജനിക് ഇൻഫെക്ഷൻസ്. അതായത് സിമ്പിളി എന്താണ്, പസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് പയോജനിക് ഇൻഫെക്ഷൻസ്. അതിന് എക്സാമ്പിൾസ് ആണ് സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻ, wound infection, abscess and soft tissue infection. Then if pyogenetic infection the main predisposing factors nokka. Main predisposing factors is the accidental trauma, then burns, injections, surgery, then vascular and neurological disorders and diseases that interrupt mucosal or skin surfaces. ഇത്രയാണ് ഇതിന്റെ പയോജനിക് ഇൻഫെക്ഷന്റെ പ്രീഡിസ്പോസിംഗ് മെയിൻ ആയിട്ടുള്ള പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും 6 മെയിൻ ആയിട്ടുള്ള പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ പയോജനിക് ഇൻഫെക്ഷൻസിന്റെ കേസിൽ വരുന്നത്. ഞാൻ ഇതിന് എത്തിയോളജിക്കൽ ഏജൻസ് നോക്കുന്ന സമയത്ത് ഇതിന് വൈഡ് വെറൈറ്റീസ് ഓഫ് എത്തിയോളജിക്കൽ ഏജൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് വരുന്നുണ്ട്. ദാറ്റ് പ്രൊഡോമിനന്റ്ലി കോസ് ചെയ്യുന്നത് സ്റ്റാഫ് ഓറിയസ് ആണ്. സ്റ്റാഫ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, അനേറോബിക് കോക്കൈ, എസ്കെറിഷ്യ കോളൈ, Bacillus anthracis, Pseudomonas species, Bacteroides, Neisseria species, Staph epidermidis, Peptostreptococci, Clostridium species, Fusobacterium species, Klebsiella species, Proteus, Serratia prudentia, Morganella, Acinetobacter, Legionella, Mycoplasma hominis and Haemophilus influenzae. ഇത് മാത്രമല്ല ലിസ്റ്റ് ഉള്ളത്. ഇങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് എന്ത് കോസ് ചെയ്യുന്നുണ്ട്, മെയിൻ ആയിട്ട് സ്കിൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്. മെയിൻ ഇതിന്റെ പാത്തോജൻസിന്റെ ബേസിൽ നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് എൻഡോജീനസ് ഇൻഫെക്ഷനും അതുപോലെ തന്നെ എക്സോജീനസ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനകത്ത് എൻഡോജീനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും, നമ്മുടെ തന്നെ നോർമൽ ഫ്ലോറ, ദാറ്റ് ഈസ് പേഷ്യൻസ് ഓൺ നോർമൽ ഫ്ലോറ ആയിരിക്കും എന്തായിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻവോൾവ് ആസ് എ പോസിറ്റീവ് പാത്തോജൻ എന്നുള്ള രീതിയിൽ. ദെൻ എക്സോജീനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും, the pathogen comes from the external to the source. external source എന്നായിരിക്കും ഓർഗാനിസം എവിടെ വരുന്നത്, ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് എക്സോജീനസ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ. പാത്തോജനസിനെ വെച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻഡോജീനസ് ഇൻഫെക്ഷൻ ആൻഡ് എക്സോജീനസ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. Then ഇനി നമുക്ക് what are the different types of pyogenic infections എന്നുള്ളതിൽ നോക്കാം. ഈ pyogenic infectionsന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ്, wound infections, burns infection, abscesses, peritonitis, cellulitis, meningitis and diabetic foot ulcers. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് പയോജനിക് ഇൻഫെക്ഷൻസിന്റെ അണ്ടറിൽ വരുന്നത്. ഇതിനകത്ത് ഈ സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷനെ പറ്റി നമുക്ക് നോക്കാം. ഈ സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് റൂട്ട് വഴി ആയിരിക്കും വരും. ഒന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡയറക്റ്റ് ഇൻവേഷൻ ഓഫ് ദ ഓർഗാനിസം ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ത്രൂ ബ്രോക്കൺ സ്കിൻ. അതായത് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ എന്തെങ്കിലും, നമ്മുടെ ഈ ഒരു സ്കിന്നിന്റെ മുകളിൽ എന്തെങ്കിലും അബ്രേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രോക്കൺ സംഭവിക്കാം. ഇതിന് എന്ത് സംഭവിക്കാം, ആ ഒരു ബ്രോക്കൺ സൈറ്റിൽ കൂടി ഓർഗാനിസം ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. അതാണ് ഒരു റൂട്ട്, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന റൂട്ടും അതാണ്. ദെൻ സെക്കൻഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നു, എന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസസ് എന്നുള്ള രീതിയിൽ ഓർഗാനിസം ബ്ലഡ് വഴി എങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് റൂട്ട് ഓഫ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ. മെയിനായിട്ട് ഈ രണ്ട് ടൈപ്പ് ഇൻഫെക്ഷൻസ് ആണ് കണ്ടുവരുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രൊഡോമിനന്റ്ലി കണ്ടുവരുന്നത് എന്താണ്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ബ്രോക്കൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രോക്കൺ സ്കിൻ അങ്ങനെ ഉണ്ടാവുന്നു. ഇതിന് ആ ഒരു ബ്രോക്കൺ ഏരിയ പോയി എന്ത് ചെയ്യുന്നു, ഓർഗാനിസം സ്കിന്നിന്റെ മുകളിലോട്ട് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കോമൺലി കണ്ടുവരുന്ന റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ സ്കിൻ ഇൻഫെക്ഷന്റെ മെയിൻ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ്, വൂണ്ട് ആണ് പറയുന്നത്. വൂണ്ട്, ദെൻ സ്കിൻ ട്രോമ, അണ്ടർലൈൻ സ്കിൻ ഡിസീസസ് and appearance of foreign bodies, then excessive moisture and devitalized tissues. ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ നമ്മുടെ സ്കിൻ ഇൻഫെക്ഷന്റെ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ വരെ എന്താണ്, ബ്രോക്കൺ സ്കിൻ വഴിയാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ എൻ്റർ ചെയ്യുന്നത്. ദെൻ ഈ സ്കിൻ ഇൻഫെക്ഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഈ സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻസ് ആയിരിക്കാം. ഈ സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഓഫ് ദ ഡെർമിസ്
ആൻഡ് എപ്പിഡെർമിസ്. ഈ ഡെർമിസിന്റെയും എപ്പിഡെർമിസിന്റെയും മുകളിലുള്ള ഇൻഫെക്ഷൻ നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻ. ദെൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും? ഡീപ്പർ ഇൻഫെക്ഷൻസ് ആയിരിക്കും. ദെൻ ഇൻഫെക്ഷൻ ഓഫ് ദ സ്കിൻ സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഹെയർ ഫോളിക്കിൾസ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ. ഇങ്ങനെ 3 രീതിയിലാണ് മെയിൻ ആയിട്ട് സ്കിൻ ഇൻഫെക്ഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഓരോന്നിനെ പറ്റി നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻഫെക്ഷൻ ഇൻ ഓർ അറൌണ്ട് ഹെയർ ഫോളിക്കിൾസ്. ഈ ഹെയർ ഫോളിക്കിൾസിന്റെ ഇൻ ആൻഡ് അറൌണ്ടുള്ള ഇൻഫെക്ഷനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് folliculitis furuncles, that is boils ആണ് ഉദ്ദേശിക്കുന്നത്. that is carbuncles ആയിരിക്കും. ഇത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഇസ് എ ലോക്കലൈസ്ഡ് ആബ്സസ് ഇൻ ഓർ അറൌണ്ട് ദ ഹെയർ ഫോളിക്കിൾസ്. ഈ ഹെയർ ഫോളിക്കിൾസിന്റെ അടുത്തായിട്ട് എന്തുണ്ടാവുക? ഒരു ലോക്കലൈസ്ഡ് ഉള്ള ഒരു ആബ്സസ് ഫോർമേഷൻ, അതിന് കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഫോളിക്കുലൈറ്റിസ്. ദെൻ അത് ബോയിൽസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഫുറങ്കിൾസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇൻഫെക്ഷൻ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്കേജ് ഓഫ് ഹെയർ ഫോളിക്കിൾസ് ബ്ലോക്കേജ് നടക്കുന്നത് എന്ത് വെച്ചിട്ട്? നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് സെബം സെക്രീറ്റ് ചെയ്യുന്നു പറയുന്നത്. സ്കിൻ ഓയിൽസ് അല്ലെങ്കിൽ സെബം വന്നിട്ട് ഹെയർ ഫോളിക്കിൾസിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മൈനർ ട്രോമ ആയിരിക്കാം. അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ആ ഡ്രസ്സിന് ഇടുന്ന സമയത്ത് അതിന്റെ ഫ്രിക്ഷൻ ഒക്കെ സംഭവിച്ചിട്ട് ചെറിയൊരു മൈനർ ട്രോമ സംഭവിക്കുന്നു. ദെൻ അവിടെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്തും അവിടെ എന്ത് സംഭവിക്കുന്നു? ചെറിയൊരു ട്രോമ വരുന്നു. ദെൻ അങ്ങനെ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കാം ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നുണ്ടാവാം. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ഓറിയസും എൻട്രോബാക്ടീരിയസ് സ്പീഷീസും ദെൻ സൂഡോമോണാസ് എയറോജിനസ് സ്പീഷീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ ഇൻ ആൻഡ് അറൌണ്ട് ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഫോളിക്കുലൈറ്റിസ് ഫുറങ്കിൾസ് ഒക്കെ കോസ് ചെയ്യുന്നത്. ദെൻ ഇൻഫെക്ഷൻ ഇൻ ദ കെരാറ്റിനൈസ്ഡ് ലെയേഴ്സ് ഓഫ് ദ എപ്പിഡെർമിസ്. ഈ കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഹെയറിലും നെയിലും കണ്ടുവരുന്ന സബ്സ്റ്റൻസസ് ആണ് കെരാറ്റിൻ. ചില ഓർഗാൻസിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെരാറ്റിനെ യൂട്ടിലൈസ് ചെയ്യും. അതായത് അവരുടെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള കെരാറ്റിനെ യൂസ് ചെയ്യും. എപ്പിഡെർമിസിന് മുകളിലെ കെരാറ്റിനെ യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കളക്റ്റീവ്ലി കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെർമറ്റോഫൈറ്റ്സ് എന്ന് പറഞ്ഞ ഓർഗാനിസംസ് ആണ് കോസ് ചെയ്യുന്നത്. ദീസ് ഡെർമറ്റോഫൈറ്റ്സ് ബിലോങ്സ് ടു ഫംഗസ്. മെയിൻ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കോസ് ചെയ്തത്. മെയിൻ ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് കെരാറ്റിനൈസ്ഡ് ടിഷ്യൂവിന്റെ കേസിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ദെൻ ഇൻഫെക്ഷൻ ഇൻ ദ ഡീപ്പർ ലെയേഴ്സ് ഓഫ് ദ എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. നമ്മുടെ എപ്പിഡെർമിസിന്റെയും ഡെർമിസിന്റെയും ഡീപ്പർ ഇൻഫെക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ റിസൾട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രോമാറ്റിക് ബ്രേക്സ് ഇൻ ദ സ്കിൻ, അതായത് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ എന്തെങ്കിലും ആക്സിഡന്റൽ ട്രോമ ഒക്കെ വന്നിട്ട് എന്തെങ്കിലും ബ്രേക്ക് അല്ലെങ്കിൽ കട്ടൊക്കെ വരുന്ന സമയത്ത് ദെൻ അങ്ങനെ നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഡീപ്പർ ലെയേഴ്സ് ഓഫ് എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവാം. ഇത് ചിലപ്പോൾ എന്തായിരിക്കും? ക്യൂട്ടേനിയസ് അൾസേഴ്സിലേക്ക് ലീഡ് ചെയ്യും. ക്യൂട്ടേനിയസ് അൾസേഴ്സിലേക്ക് ലീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും? നമ്മുടെ ഒന്നെങ്കിൽ എപ്പിഡെർമൽ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ചെയ്തു പോവാ, അല്ലെങ്കിൽ ഡെർമൽ ടിഷ്യൂസ് മാത്രമായിട്ട് ലോസ് ചെയ്തു പോവാ. അത് രണ്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ക്യൂട്ടേനിയസ് അൾസർ എന്നുള്ള രീതിയിലേക്ക് ഇത് ലീഡ് ചെയ്യത്തുള്ളൂ. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ട്രീഡിയം ഡിഫ്തീരിയ ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് ഇതിന്റെ എത്തിയോളജിക്കൽ ഏജൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർണിബാക്ടീരിയം ഡിഫ്തീരിയ, ദെൻ ബാസിലസ് ആന്ത്രാസിസ്, നൊക്കാഡിയ സ്പീഷീസ് ആൻഡ് മൈക്കോബാക്ടീരിയം മാരിനം ഒക്കെയാണ് ഇത് മെയിൻ ആയിട്ട് ഈ ഒരു സ്കിൻ അൾസർ ക്യൂട്ടേനിയസ് അൾസേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കോസ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻസ് ഓഫ് ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് എന്താണ്? ഒന്നുകിൽ ആബ്സസ് ആയിരിക്കാം, അൾസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബോയിൽസ് ആയിരിക്കാം. ഇത് ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ഓറിയസ് ആയിരിക്കും ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കോസ് ചെയ്യുന്ന എത്തിയോളജി ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ചില കേസിൽ എന്താ ചെയ്യാം? ചില കേസിൽ ഇത് സിംഗിൾ ഓർഗാനിസത്തിന് വരെ ഒരു മിക്സഡ് ബാക്ടീരിയൽ എത്തിയോളജി എന്നുള്ള രീതിയിലേക്കും, അതായത് മിക്സഡ് പോപ്പുലേഷൻ എന്നുള്ള രീതിയിലേക്കും കണ്ടുവരുന്നുണ്ട് ഈ ഇൻഫെക്ഷന്റെ കേസിൽ. ഇതിന്റെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സബ്ക്യൂട്ടേനിയസ് ആബ്സസിന്റെ ഇൻഫെക്ഷൻ ഒക്കെ ഇതിന്റെ അകത്ത് ഏത് ഓർഗാനിസം ആണോ നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് എന്നുള്ളത് അത് ഇതിന്റെ അകത്ത് ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണോ നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്തത് എന്നുള്ളത് അതിന്റെ ഏത് അനാട്ടമിക്കൽ സൈറ്റിലാണ് ഇൻഫെക്ഷൻ ഉള്ളത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഡിഫറെന്റ് അനാട്ടമിക്കൽ സൈറ്റിൽ ഡിഫറെന്റ് തിയോളജിക്കൽ ഏജൻസ് ആയിരിക്കും ഉണ്ടാവുക. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനറോബ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് ആപ്സിസ്, മറ്റേ പെരിനിയൽ ആപ്സിസും ഇൻഗേനൽ ആപ്സിസും ബട്ടക് ഏരിയയിലുള്ള ആപ്സിസിനൊക്കെ മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് അനറോബ്സ് ആയിരിക്കും. അതേ സമയത്ത് നോൺ പെരിനിയൽ ഇൻഫെക്ഷന്റെ കേസിൽ കോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സഡ് ഫാക്കൽറ്റേറ്റീവ് എയറോബ് ആൻഡ് അനറോബ്സ് ഓർഗാനിസംസ് ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് എക്സാക്ട് അനാട്ടമിക്കൽ സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് കോസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് എയറോബ് ആണോ അത് അനറോബ്സ് ആണോ എന്നുള്ളത്. അനറോബ്സിന് ഇൻഫെക്ഷൻ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പെരിനിയൽ ആപ്സിസും ഇന്റേണൽ ആപ്സിസും ദെൻ ബട്ടക്സിന്റെ മുകളിൽ ഉണ്ടാകുന്ന ആപ്സിസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് അനറോബ്സിന്റെ ഇൻഫെക്ഷൻ വരുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്തായിരിക്കും നോർമലി നോക്കുന്ന സമയത്ത് എയറോബിക് ഇൻഫെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.